കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുക. യൂദയുടെ ലേഖനം എന്ന ബൈബിളിലെ അവസാനത്തെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ അവസാനത്തെ ലേഖനമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ, ഇത് വളരെ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ലേഖനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 21 ലേഖനങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. പൗലോസ്യ ലേഖനങ്ങളായി എബ്രായ ലേഖനം കൂടെ ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 14 ലേഖനങ്ങളും ബാക്കി വരുന്ന ലേഖനങ്ങളെ പൊതുവായിട്ടുള്ള ലേഖനങ്ങളും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാണ്? വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള ലേഖനമാണ് യൂദയുടെ ലേഖനം. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ വിവിധ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ലേഖനം അനിവാര്യമായി വെച്ചിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് നമ്മൾ ഇന്നും നാളെയും പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം യൂദ എഴുതിയ ലേഖനമാണ്. ഞാൻ ഓർമ്മിച്ചതുപോലെ യൂദയുടെ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ്. അത് മാത്രമല്ല, നമ്മൾ യൂദയുടെ ലേഖനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പ് നാം കാണുന്ന ലേഖനമാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉള്ള വിവിധ വിഷയങ്ങൾ രേഖപ്പെടുത്തുന്ന അനുഗ്രഹീതമായ പുസ്തകമാണ് വെളിപാട്, അല്ലെങ്കിൽ വെളിപ്പാട്. ഇംഗ്ലീഷിൽ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയും. റിവീലിംഗ്, സംഭവിക്കാനുള്ളത്, ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള മനോഹരമായ ദൃശ്യ ആവിഷ്കാരമാണ് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നാം കാണുന്ന ബൈബിളിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. നമ്മൾ ഈ യൂദയുടെ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം ഈ പുസ്തകം പഠിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് പഠിക്കണം? പൊതുവേ ഇത് ദൈവവചനമാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും പഠിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പുസ്തകം പഠിക്കുന്നത്? ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു, വൈ വി നീഡ് ടു സ്റ്റഡി ദിസ് ബുക്ക്. ആദിമസഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്യാഗത്തിൻ്റെ ശക്തികളെ യൂദായുടെ പൊതുലേഖനം വിവരിക്കുക. അപ്പോൾ നമ്മൾ ഈ പുസ്തകം തുറക്കുമ്പോൾ ആദിമസഭയിൽ ഉണ്ടായിരുന്ന ചില എതിരാളികൾക്കെതിരായി, വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന, വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന, വിശ്വാസത്തെ തുച്ഛീകരിക്കുന്ന, വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് കടന്നു പോകുന്ന ആ ശക്തിക്കെതിരായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, ഈ ലേഖനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ നമ്മൾ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ
ശ്രമിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പഠിക്കുവാനിടയായിത്തീരും. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ മുക്കാൽ ഭാഗവും വിശ്വാസത്യാഗിയോടുള്ള ബന്ധത്തിൽ ഉള്ള വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ആത്മീയ മർമ്മങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേക ആളുകൾ വിശ്വാസത്തിനെതിരായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള നിരവധി ചിത്രീകരണങ്ങൾ, അനവധി ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ദൈവമക്കളായ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരായ കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരായ നമ്മളെ ഈ വിശ്വാസത്തിൽ നിന്നും സത്യത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ കടന്നു വരുന്ന ആളുകളെക്കുറിച്ച് ഈ ലേഖനം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വിശ്വാസത്തിനു വേണ്ടി ആത്മാർത്ഥമായി പോരാടേണ്ടതിനെയും അതിൽ വിശ്വസ്തത പുലർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം ഇത് പഠിക്കുന്നതിലൂടെ കാണുവാൻ. അപ്പോൾ 3 കാര്യങ്ങളാണ്. വൈ വി നീഡ് ടു സ്റ്റഡി ദ ബുക്ക് ഓഫ് ജൂഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കേണ്ടത്? ഈ പുസ്തകം പഠിക്കേണ്ടതിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസത്യാഗത്തിൻ്റെ ശക്തികളെക്കുറിച്ചുള്ള വിഷയം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. രണ്ടാമതായി, ഈ ലേഖനം പഠിക്കുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ വിശ്വാസികളായ അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ മക്കളായ ശിഷ്യന്മാരായ നമ്മെ വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കളയുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി എന്തു ചെയ്യണം? ആത്മാർത്ഥമായി നമ്മൾ പോരാടേണ്ടതിൻ്റെയും അതിൽ വിശ്വസ്തത പുലർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം, ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ലേഖനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നമ്മൾ വീണ്ടും ഈ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആമുഖത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ പ്രാവശ്യം ഈ പുസ്തകത്തെക്കുറിച്ച് ഇത് മാത്രമല്ല 1ഉം 2ഉം പത്രോസിൻ്റെ ലേഖനങ്ങളും യൂദയുടെ ലേഖനം കൂടെ ചേർത്താണ് കഴിഞ്ഞ പ്രാവശ്യമുള്ളവർക്ക് അറിയാം, നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ പ്രാവശ്യം ഇന്നും നാളെയുമായി നമ്മൾ ഈ പുസ്തകം മാത്രമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് യൂദയുടെ പുസ്തകം എടുക്കാം. യൂദയുടെ ലേഖനം നമുക്കെടുക്കാം. അതിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യൂദയുടെ ലേഖനം അവസാനത്തെ വാക്യം 24ഉം 25ഉം വാക്യങ്ങൾ. ഓക്കെ, അവിടെ തേജസ്സും മഹിമയും എന്നുള്ളൊരു പദപ്രയോഗം ഞാൻ നേരത്തെ ഓർമ്മിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞുള്ള അവസാനത്തെ പുസ്തകം ഏതാണ്? വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ മഹിമയെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും ഇനി വരുവാൻ പോകുന്ന വിഷയങ്ങളുടെ വലിയ ഒരു ആത്മീയ വെളിപ്പാടിൻ്റെ ആവിഷ്കാരം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ഗ്രന്ഥങ്ങൾ ഒരൊറ്റ ഗ്രന്ഥങ്ങളെപ്പോലെ ഏതാണ്ട് 40ഓളം ആളുകൾ എഴുതിയതായി ഈ ഗ്രന്ഥങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി എഴുതിയതുപോലെ ഇത് ലിങ്കാണ് അല്ലേ? നമ്മൾക്കറിയാം, ആദ്യത്തെ പുസ്തകമായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ഓരോ പുസ്തകങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 66 ഗ്രന്ഥങ്ങളും ഒരാളുടെ എഴുത്തിനെ പോലെ വ്യക്തമാക്കപ്പെടുന്ന നിലയിലാണ് കാണുവാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ലിങ്ക് എല്ലാം ഇങ്ങനെ തൊട്ട് നിൽക്കുകയാണ്. അതാണ് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത. 3 ഭൂഖണ്ഡങ്ങളിൽ ഏതാണ്ട് 40ഓളം പ്രിയപ്പെട്ടവർ ഈ ലേഖനം 3 ഭാഷകളിൽ ഈ പുസ്തകം എഴുതുമ്പോൾ ഒരൊറ്റ വ്യക്തി എഴുതിയതുപോലെ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ പിന്നിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം എഴുതിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ
ദൈവശ്വാസീയമായി എഴുതപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ വാക്യം അവസാനിക്കുന്നിടത്ത് നിന്ന് വെളിപ്പാട് പുസ്തകം ആരംഭിക്കുകയാണ്. ഇവിടെ മഹിമയെക്കുറിച്ചും തേജസ്സിനെ കുറിച്ചും പറഞ്ഞു നിർത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചും ആ തേജസ്സിനെ കുറിച്ചും വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം, എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെയും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അത് എഴുതിയിരിക്കുന്നത്. ഇനി കാനോനീയമായ നിലയിൽ അത് ഏതൊക്കെ നിലയിലാണ് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത്? പഴയ നിയമത്തിലെ നമ്മൾ പറയുന്ന പോലെ 39 പുസ്തകങ്ങൾ ഏതാണ്ട് BC 5-ാം നൂറ്റാണ്ടിൽ എസ്ര എന്ന് പറയുന്ന അനുഗ്രഹീതനായ ശാസ്ത്രിയാൽ കാനോനികമായി തീർത്തുവെങ്കിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ അത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം കടന്നു വന്ന പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ദൈവകൃപയുടെ ആ പ്രത്യേകമായ ആ ഒരു പ്രകാശനത്താൽ ഇതൊക്കെ വളരെ വളരെ മനോഹരമായ നിലയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ബൈബിൾ പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ എഴുതിയ കാലഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടെയാണ്, അവിടെ ഇവിടെയൊക്കെയാണ്. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ആദ്യം എഴുതിയത് ഏതാണെന്നറിയാമോ? ഏതാ ആദ്യത്തെ പുസ്തകം പുതിയ നിയമത്തിലെ? യാക്കോബിൻ്റെ ലേഖനം. ഏകദേശം യാക്കോബിൻ്റെ ലേഖനമായിരിക്കാം ഏതാണ്ട് AD 50-നുള്ളിൽ 40-45 കാലഘട്ടത്തിൽ എഴുതി. എന്നാൽ അങ്ങനെ എഴുതിയ കാലഘട്ടത്തല്ല ഇത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം എല്ലാം വളരെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രകാശനത്താൽ അത് എടുത്ത് കാനോനീയമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മനോഹരമായി. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഓരോ ലേഖനങ്ങളും ഓരോ പുസ്തകങ്ങളും പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുമ്പോൾ കാനോനീയമായി ആ എടുത്തുവെച്ച ദൈവദാസന്മാരിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം, ഇലൂമിനേഷൻ എത്രമാത്രം ഉണ്ടായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഇവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ യൂത കഴിഞ്ഞതിന് ശേഷം അടുത്ത പുസ്തകം ഏതാണ്? വെളിപ്പാട് പുസ്തകമാണ്. ആ വെളിപ്പാട് പുസ്തകം വരുന്നതിന് മുമ്പ് തന്നെ ആ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തക്ക നിലയിലുള്ള ആത്മീയമായ വിശേഷണങ്ങളിലൂടെ ഈ പുസ്തകം പര്യവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം നിൽക്കുകയാണ്. അത് ചെയ്ത് നിൽക്കുന്നത് കർത്താവിൻ്റെ വെളിപാടായിട്ടുള്ള അനുഗ്രഹീതമായ പുസ്തകത്തിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആമുഖത്തിലേക്ക് കടന്നു വരാം. ആമുഖത്തിലേക്ക് ഇൻട്രോഡക്ടറി മെറ്റീരിയൽസ് കടന്നു വരുമ്പോൾ ഇതിൻ്റെ രചയിതാവ് ആരാണ്, ഇത് എഴുതിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് പൊതുവെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് നമ്മൾ ഒരു പഠന നിലയിൽ, പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ആധികാരികമായൊരു പഠനം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ എഴുത്തുകർത്താവ്, ആരാണ് ഇത് എഴുതിയത് എന്നുള്ളത് 1-ാം വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, അല്ലേ? അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ ജൂഡ്. അപ്പോൾ അവിടെ യൂദയാൽ എഴുതപ്പെട്ട ലേഖനം എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ള പദപ്രയോഗം അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പിന്നീട് പഠിക്കും, ഡൂലോസ് എന്നുള്ള പദപ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമയെന്നല്ല പറയുന്നത്, കെട്ടുകളാൽ കെട്ടിവെച്ചിരിക്കുന്ന അടിമ, ബോൺസ് സെർവൻ എന്നാണ്. അടിച്ചുവിടപ്പെട്ടയല്ല, സാധാരണ ഒരു അടിമയല്ല, സാധാരണ ഒരു ദാസനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കെട്ടിവെക്കപ്പെട്ട ബോൺ സെർവൻ എന്ന് പറയുന്നത് അതാണ്, സാധാരണ ഒരു വ്യക്തിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമച്ചന്തയിൽ വേറെ ഒരിടത്തും പോകുവാൻ അനുവാദമില്ലാതെ കൈകാലുകൾ കെട്ടിവെക്കപ്പെട്ട, അതുകൊണ്ടാണ് ബോണ്ട് സെർവൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആശയം അതാണ്, കെട്ടിവെക്കപ്പെട്ട, ഒരു നിലയിലും ഇങ്ങോട്ടും പോകുവാൻ കഴിയാതെ നിൽക്കുന്ന അടിമ എന്നുള്ള പദപ്രയോഗമാണ്. അപ്പോൾ ഇവിടെ സ്വയം ഒരു അടിമയെന്ന് വിളിച്ചുകൊണ്ട് യൂദ ആരംഭിക്കുകയാണ്. താൻ ആരംഭിക്കുകയാണ് ഈ ലേഖനം
താൻ എഴുതിയത് എന്നവിടെ കാണുവാൻ കഴിയും. ഇതിനോടുള്ള ബന്ധത്തിൽ ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ കർത്താവിൻ്റെ സഹോദരനാണ് ഈ യൂദയെന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് ഒരു പരാമർശം കാണുവാനായിട്ട് കഴിയുന്നു. ഓക്കെ, അത് ചേർത്ത് വായിക്കുമ്പോൾ അതിന് 25-ാം വാക്യം കൂടെ വായിച്ചേ. 25-ാം ഓക്കെ, നമുക്ക് 4-ാം വാക്യം വായിച്ച് 4-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചാണ്. ആ യാക്കോബിൻ്റെ സഹോദരൻ എന്നുള്ള നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് യൂദയുടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം വാക്യം 25-ലെ 4-ാമത്തെ വാക്യം. യൂദ അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ. 14-ാമത്തെ വാക്യം. അവിടെ കർത്താവ് എന്നുള്ളൊരു പദപ്രയോഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 17-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. 17-ാമത്തെ വാക്യം. ഇനി 21-ാമത്തെ വാക്യം. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗം കർത്താവെന്നാണ്, നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ സഹോദരനായ ഗലാത്യ ലേഖനം 1-19 യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ സഹോദരൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ യേശുവിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ രക്ഷകനായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് എന്നുള്ള പദപ്രയോഗമാണ്. യൂദ അത് 4 പ്രാവശ്യം കർത്താവ് കർത്താവ് എന്നുള്ള പദപ്രയോഗം ഇവിടെ താൻ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബ് യൂദയുടെ സഹോദരനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 4 സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ യാക്കോബിനെ കുറിച്ച് പറയുന്നു, യോസെക്കുറിച്ച് പറയുന്നു, യൂദയെക്കുറിച്ച് പറയുന്നു, പിന്നെ ഒരാളെ കൂടെ ഒന്ന് വായിച്ച് 13-ന്റെ 55-ാമത്തെ വാക്യം. മത്തായി 13-ന്റെ 55 അല്ലയോ? അതെ, 4 പേരെ പറ്റി പറയുമ്പോൾ അത് അവിടെയും നമുക്ക് യൂദ എന്നുള്ള ഒരു പരാമർശം അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ യാക്കോബിൻ്റെ സഹോദരൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മളവിടെ ആദ്യം വായിച്ചത്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും. അപ്പോൾ ഇത് യാക്കോബിന് ഏത് യാക്കോബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ആ യാക്കോബിൻ്റെ സഹോദരനായ യൂദയാണ് എന്ന് നമുക്ക് ഇതിൻ്റെ രചയിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെ, യേശു ക്രിസ്തുവിന് ശേഷം മറിയയ്ക്ക് യോസഫിനാൽ ഉണ്ടായ സഹോദരന്മാരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മത്തായി 13-ന്റെ 55-ലും മർക്കോസ് 6-3 ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രവൃത്തികൾ 1-14 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാണ്ടമേൽ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ എഴുതി മർക്കോസ് 6-3, യോഹന്നാൻ 7-5, പ്രവൃത്തി 1-14, മർക്കോസ് 13-55. ഇവിടെ ഒക്കെ യാക്കോബ് യൂദയുടെ സഹോദരനാണ്, ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ് എന്നുള്ളതിന് നമുക്ക് മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തം ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നു. യൂദ സ്വയം ഒരു അപ്പോസ്തലനായിട്ട് ഇവിടെ പറയുന്നില്ല, പകരം തന്നെയും അപ്പോസ്തലന്മാരെയും തമ്മിൽ വേർതിരിച്ചാണ് താൻ പറയുന്നത് എന്ന് 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ലൂക്കോസ് 6-14-ലും 16-ലും പ്രവൃത്തികളിലും യാക്കോബിൻ്റെ സഹോദരനായ യൂദ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയാണ് രചയിതാവ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂദ മറ്റൊരു ലേഖനം എഴുതിയ യാക്കോബിൻ്റെ. അപ്പോൾ ഒരു സംശയം,
പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ, അത് യൂദയാണ്. അപ്പോൾ ആ യൂദയും ഈ യൂദയും ഇവർ രണ്ടുപേരും ജ്യേഷ്ഠ അനിയന്മാരാണ്, സഹോദരന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയിലൂടെ പിന്നീട് യേശുക്രിസ്തുവിന് ശേഷം ആദിജാതൻ ക്രിസ്തുവാണ്. അതിനുശേഷം ഈ ഭൂമിയിലുണ്ടായ 4 ആൺമക്കൾ. പെൺമക്കളെക്കുറിച്ച് പരാമർശമില്ല. സഹോദരിമാരുണ്ടായിട്ടുണ്ട്, ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് സഹോദരിമാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരിമാരെക്കുറിച്ചും സഹോദരിമാരെ പറ്റി പറയുമ്പോൾ 4 പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പരാമർശിച്ചിരിക്കുന്ന യാക്കോബ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ സഹോദരനാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഈ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യൂദ എന്ന പേരിൽ നിരവധി പേരുകൾ ഉണ്ടായിരുന്നു, നിരവധി ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പറയ വീണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഭാഗത്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. പിന്നീട് നമുക്ക് സാഹിത്യം അല്പം കൂടെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ജൂഡ് അല്ലെങ്കിൽ യൂദാസ് എന്ന പേരിൽ നിരവധി പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 3 പേരെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് യൂദ ഇസ്കറിയോത്ത്. നമുക്കറിയാം, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 27-ന്റെ 4-5 വാക്യങ്ങളിൽ ആ യൂദയെക്കുറിച്ച്, ഇസ്കറിയോത്ത യൂദ എന്നറിയപ്പെടുന്ന യൂദയെക്കുറിച്ച് കാണുവാൻ കഴിയും. ആ യൂദയല്ല ഈ യൂദ. ഓക്കെ, അപ്പോൾ ഇസ്കറിയോത്ത യൂദ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽപ്പെട്ട യൂദയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുകയുണ്ടായി. എന്താ കണ്ടത്? ഏത് യൂദയെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ചത്? യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരൻ. അപ്പോൾ യാക്കോബിൻ്റെ സഹോദരൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, അല്ലേ? അത് യേശുക്രിസ്തുവിൻ്റെ അടുത്ത സഹോദരന്മാരിൽ ഒരാളാണ് യൂദയെന്ന് നമുക്ക്. അപ്പോൾ ഈ യൂദയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, യൂദ ഇസ്കറിയോത്ത. ആ യൂദ ഇസ്കറിയോത്താവ് അല്ല ഇത് എഴുതിയെന്ന് കാണുവാൻ കഴിയും. കാരണം ഇസ്കറിയോത്ത യൂദാവ് എന്നാണ് മരിച്ചത്? ഓക്കെ, അപ്പോൾ ഈ ലേഖനം എഴുതുന്നതിൻ്റെ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ആ യൂദ എഴുതുവാൻ ഒരു സാധ്യതയും ഇല്ല. ഏതാണ്ട് AD ഒരു 28-30 കാലഘട്ടം, അല്ലെങ്കിൽ ഒരു 35-നുള്ളിലുള്ള കാലഘട്ടത്തിൽ ഒരു പുസ്തകവും പുതിയ നിയമത്തിൽ ഒരു പുസ്തകങ്ങളും എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പുസ്തകമായ യാക്കോബിൻ്റെയോ ഗലാത്യ ലേഖനം പൗലോസിൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി കഴിഞ്ഞതിന് ശേഷമാണ്, 45-ന് ശേഷമാണ് ആ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ഇസ്കറിയോത്ത യൂദയല്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ കാലയളവ് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ താൻ എഴുതിയതായിട്ടോ തൻ്റെ എഴുത്തുകളെക്കുറിച്ചോ ബൈബിളിലല്ല അല്ലാതെയും എന്തുമില്ല, ഒരു ചരിത്ര രേഖകളൊന്നും ഇല്ല. അതുകൊണ്ട് അതൊരിക്കലും അല്ല. ഇനി 2, അപ്പോസ്തലനായ യൂദയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോസ്തലന്മാരിൽ പെട്ട ഒരു യൂദയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അത് യോഹന്നാൻ 14:22 പ്രവർത്തികൾ 1:13 എന്നാൽ താനും അല്ല ഇത് എഴുതിയത് എന്ന്
വ്യക്തമാക്കുന്ന കാര്യം, ആ അപ്പോസ്തലനായ യൂദയ്ക്ക് നമുക്കെങ്ങും ഒരു പരാമർശമില്ല, ഇത് എഴുതിയെന്ന് പരാമർശമില്ല. അത് മാത്രമല്ല, ഒരു യാക്കോബ് എന്നൊരു സഹോദരൻ ഉണ്ടായതായിട്ടും പരാമർശമില്ല. ഇവിടെ വ്യക്തമാണ് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും. അപ്പോൾ അതും ആണ് എന്നുള്ളതിന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. മൂന്നാമത്തെ കാര്യം, ജൂഡ് അല്ലെങ്കിൽ യൂദ യേശുവിൻ്റെ അർത്ഥ സഹോദരനും ആദി യെരൂശലേം സഭയുടെ നേതാവായ യാക്കോബിൻ്റെ സഹോദരനുമായിരുന്നു. നമുക്കറിയാം, 3 പ്രധാനപ്പെട്ട തൂണുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ആദിമസഭയായ യെരൂശലേമിനുണ്ടായിരുന്നത്. ആരൊക്കെയാണത്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ആ യാക്കോബ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നു എന്നാണ്. ആ യാക്കോബാണ് യാക്കോബിന് ലേഖനം എഴുതിയിരുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ആ യാക്കോബിനെ കുറിച്ചാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിലും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ബൈബിളിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ചരിത്രകാരന്മാരും ഈ 3 പ്രത്യേക നേതാക്കന്മാരെ കുറിച്ച് യെരൂശലേമിൽ ഉണ്ടായ ആദ്യ സഭ ഏതാ? ആദ്യത്തെ സഭ ഏതാ? സഭ എന്താണ് ഉണ്ടായത്? പഴയ നിയമത്തിലെ സഭയുണ്ടോ? അത് പുതിയ നിയമത്തിലാണോ? ചിലർ പഠിപ്പിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ കാലഘട്ടം മുതലേ സഭയുണ്ട്, അത് പഴയ നിയമസഭയെന്നും പുതിയ നിയമസഭയെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് ഈ ഭൂമിയിലേക്ക് ആഗമനം ചെയ്തുവോ, അതേ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി 40ഓളം ദിവസം ശിഷ്യന്മാരോടൊപ്പം 500 പേർക്ക് പ്രത്യക്ഷനായി. പിന്നീട് ഒലിവുമലയിൽ നിന്ന് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നു, കൈ ഉയർത്തിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്യുന്നു. ദൂതന്മാർ പ്രഖ്യാപിക്കുന്നു, ഇവൻ പോയതുപോലെ എന്ത് ചെയ്യും? തിരിച്ച് കടന്നു വരും എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞതിന് ശേഷം നമുക്കറിയാം 10ഓളം ദിവസം അവർ എവിടെ ഇരുന്നു? മർക്കോസിൻ്റെ മാളിക മുറിയിലേക്കും അവർ കടന്നുപോയി. അവിടെ പ്രാർത്ഥനയിൽ, ദൈവസന്നിധിയിൽ അവരിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 10ാം ദിവസം, അർത്താൽ 50ാം ദിവസം, പെന്തക്കോസ് നാൾ. എന്താണ് പെന്തക്കോസ് നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? 50ാം നാൾ. നമുക്കറിയാം, പെന്തക്കോസ് നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ാം ദിവസം എന്നാണ്. അത് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിൽ നമുക്ക് 7 പെരുന്നാളുകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ 7 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ് പെന്തക്കോസ് പെരുന്നാൾ. അത് 50ാം ദിവസമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ 50ാം നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അവിടെയാണ് നമ്മൾ സഭ എന്നുള്ള പദപ്രയോഗം 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുകയുണ്ടായി, ഞാൻ എൻ്റെ സഭയെ പണിയും. അതുവരെ എന്താ പണിഞ്ഞിട്ടില്ല? സഭ പണിഞ്ഞിട്ടില്ല. സഭ അപ്പോൾ രൂപീകരണമാകുന്നത്, സഭയുടെ ആരംഭം കുറിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യെരൂശലേം സഭയിൽ 3 പ്രധാനപ്പെട്ട പ്രധാനികൾ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട 3 എൽഡേഴ്സ് ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ്? പത്രോസ്, യോഹന്നാൻ, പിന്നെ അവരെ അതുകൊണ്ടാണ് തൂണുകൾ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ യെരൂശലേം സഭ, പിന്നീട് നമുക്കറിയാം, അവിടെ നിന്നും അവരോട് കർത്താവ് പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ ഇരിക്കാനാണോ പറഞ്ഞത്? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. ആ യെരൂശലേമിലും യഹൂദയിലും സമരിയിലും ലോകത്തെമ്പാടും നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി മൈ വിറ്റ്നസസ്, എൻ്റെ സാക്ഷികളായി തീരണം. എന്നാൽ അവരെന്ത് ചെയ്തത്? 2-ാം അധ്യായം കഴിഞ്ഞു, 3-ാം അധ്യായത്തിലേക്ക് വരുന്നു, അവരെങ്ങും പോയില്ല, അവിടെ ഇരുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുന്നു, അവരെങ്ങും പോയില്ല. 5-ാം അധ്യായത്തിലേക്ക് വരുന്നു, അവരെങ്ങും പോയില്ല. 6-ാം അധ്യായത്തിലേക്ക് വരുന്നു, നമുക്കറിയാം 4-ാം അധ്യായത്തിൽ ചെറിയ പീഡകൾ കൊടുത്തിട്ടും അവർ പോയില്ല. എന്നാൽ പിന്നീട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ എന്ത് ചെയ്യുക? ചില
കഷ്ടത, പീഡന, നമുക്കറിയാം സ്തേഫാനോസിൻ്റെ കല്ലെറിഞ്ഞുള്ള മരണം, അങ്ങനെ കൊലപാതകം, അവിടെ ആ നിലയിൽ മാറ്റിയതായി തീരുകയാണ്. ആ നിലയിൽ രക്തസാക്ഷിയായി തീർന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധോദയമുണ്ടായത്. ദൈവം അവരെല്ലാം ഓടിച്ചു. ഫിലിപ്പോസ് ഓടി എവിടേക്ക് പോയി? ഒരുപക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് ആ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തായിരിക്കാം. ഒരുപക്ഷേ മറ്റുള്ള അപ്പോസ്തലന്മാർ, അതുവരെ അവരൊക്കെ ഒരുമിച്ചായിരുന്നു, അവരവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഒരുപക്ഷേ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് തന്നെ ആര് വന്നത്? ഏകദേശം ആ സമയത്തായിരിക്കാം എന്നൊക്കെ പറയപ്പെടുന്നു. അവിടെ നടന്നൊക്കെ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് AD 52-54 കാലഘട്ടമായി കാണാം എന്നുള്ള നിലയിൽ ചരിത്രകാരന്മാർ പറയുന്നു. ബൈബിളിനകത്തൊന്നുമില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ചിതറി അവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. ആ നിലയിൽ ദൈവസഭ രൂപീകൃതമായി തീരുകയാണ്. അപ്പോൾ ഈ യൂദ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായ യൂദയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. നോട്ട്സ് തരുന്നതുകൊണ്ട് ഞാൻ അധികം ഇതിൽ വിശദീകരണത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. വീണ്ടും നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനൊത്തിരി പ്രത്യേകതകൾ, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ്. യൂദയുടെ പുസ്തകത്തിന് മറ്റുള്ള പുസ്തകങ്ങളെക്കാളും നിരവധി പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമവുമായുള്ള ബന്ധമാണ്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്കറിയാം. പുതിയ നിയമത്തിലെ പഴയ നിയമം എന്ന് വിളിക്കുന്ന പുസ്തകം ഏതാണ്? എബ്രായ ലേഖനം അല്ലേ? അതിനെയാണ് പൊതുവെ നമ്മൾ വിളിക്കാറുള്ളത് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്ക് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്. പുതിയ നിയമത്തിലെ പഴയ ലേഖനം എന്ന് വിളിക്കപ്പെടുന്ന എബ്രായ ലേഖനം യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച്, അതുല്യതയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഒരു ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്: യൂദയുടെ ലേഖനം വിശ്വാസത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ചുള്ള അതുല്യമായ കാര്യങ്ങൾ പുതിയ നിയമത്തിലെ പഴയ ലേഖനം എന്ന നിലയിലും രേഖപ്പെടുത്തുന്നു. അപ്പോൾ മറ്റേതാണ് ആ എബ്രായ ലേഖനമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറയപ്പെടുന്നുവെങ്കിലും ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങൾ, ചിത്രങ്ങൾ ഒരു പക്ഷേ പഴയ നിയമത്തിൽ രേഖപ്പെടുത്താതെ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിനാൽ, ഇന്നത്തെ വെളിപ്പാടിനെ കുറിച്ചല്ല പറയുന്നത്, അന്ന് എഴുതിയപ്പോൾ യൂദയ്ക്ക് ലഭിച്ച വെളിപ്പാടിനാൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ചിന്തിക്കും. പഴയ നിയമത്തിൽ പോലും പറയപ്പെടാത്ത ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിനാൽ ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. നമ്മളതിലേക്ക് പിന്നീട് കടന്നു വരുവാനിടയായിത്തീരും. അപ്പോൾ പഴയ നിയമവുമായി ചില ബന്ധങ്ങൾ ഈ പുസ്തകത്തിന് ഇവിടെ വായിച്ചാൽ മതിയല്ലോ. യൂദയുടെ പുസ്തകം പുറപ്പാട് ഉൾപ്പെടെയുള്ള പഴയ നിയമത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ കലാപം, സോദോം ഗൊമോറയും, മോശയുടെ മരണം, ബിലെയാമിനെക്കുറിച്ച്, കോരകനെക്കുറിച്ച്, ഇവിടെ ഈ ഗൂഗിളിൽ എഴുതുമ്പോൾ കോറകെന്നൊക്കെയാണ്, പക്ഷേ കോരകൻ, കോരകനെക്കുറിച്ച്, ഹാനോക്കിനെക്കുറിച്ച്, ആദാമിനെക്കുറിച്ച്, അങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള ആ കാര്യങ്ങൾ നമ്മളിത് പഠിക്കുന്നത് നമുക്കറിയാം. വിവിധ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇനി ഇതാർക്കാണ് ഈ പുസ്തകം എഴുതിയത്? ഇത് റെസിപ്പിയൻസ്, ഇത് ആർക്കെഴുതി, സ്വീകർത്താക്കൾ ആരാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. യൂദയുടെ പല പഴയ നിയമദൃഷ്ടാന്തങ്ങളുടെയും വെളിച്ചത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടല്ലേ. 5-ാം വാക്യത്തിൽ ആരംഭിക്കുക, 5-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നിരവധി, ഏതാണ്ട് ഒരു 16-ാം വാക്യം വരെയും നിരവധി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നിടത്തെല്ലാം നമുക്ക് പഴയ നിയമ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. പ്രാഥമികമായി അതൊക്കെ കാണുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾക്കായിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടമായിരുന്ന ചില സഭകൾക്കാണ് ഇത് എഴുതിയത് എന്ന് അനുമാനിക്കാം.
സഡൻ പെട്ടെന്നുള്ള സ്വീകർത്താക്കൾ എന്ന് വെച്ചാൽ നമുക്കറിയാം മത്തായി ആർക്കെഴുതിയത്? നമുക്കെല്ലാവർക്കും എഴുതിയത്. മത്തായിയുടെ സുവിശേഷം ആർക്കെഴുതിയത്? എല്ലാവർക്കും എഴുതി. എന്നാൽ അത് പഠിക്കുമ്പോൾ യഹൂദന്മാരാണ് മത്തായിയുടെ മുന്നിലുള്ളത് പ്രധാനമായിട്ട്. ഇമ്മീഡിയറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ യഹൂദന്മാർ. അതുകൊണ്ടാണ് എന്താ രാജാവെന്നുള്ളതായ ആശയം ഒന്നാം വാക്യം മുതലേ കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്ന് പ്രഖ്യാപനത്തോടുകൂടെ അത് മൊത്തം എഴുതി നമുക്കറിയാം. പാരാബോളിക് ചാപ്റ്റർ ആയിരിക്കുന്ന 13-ാം അധ്യായം, പാരബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമകളുടെ അധ്യായമായിരിക്കുന്ന 13-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നുള്ളതായ മഹനീയമായ സംഭവമാണ്. മർക്കോസിൻ്റെ സുവിശേഷം ആർക്കാ? റോമാക്കാർക്കാ പ്രധാനമായിട്ടും. എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്, റോമാക്കാർക്കാണ് പ്രധാനമായിട്ടും അത് എഴുതുവാൻ ഇടയായി തീർന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം പ്രധാനമായിട്ടും ഗ്രീക്കുകാർക്കാണ്. അവരെയാണ് ആ ഒരു ഓഡിയൻസാണ് പ്രധാനമായിട്ടും. ലൂക്ക് തന്നെ ആരാ? യവനക്കാർ. ലൂക്ക് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ യഹൂദനല്ലാതെ പുസ്തകം എഴുതിയിട്ടുള്ളൂ. 8 എഴുത്തുകാരിൽ ഒരാൾ മാത്രമാണ് യഹൂദനല്ലാതെ പുതിയ നിയമത്തിൽ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരാ? ബാക്കി 7 പേരും യഹൂദനാണ്. ഈ പറയുന്ന യൂഡ്, അതുപോലെ പൗലോസ് ആണെങ്കിൽ, പത്രോസ് ആണെങ്കിൽ, യാക്കോബ് ആണെങ്കിൽ, മർക്കോസ് ആണെങ്കിൽ. ഏത് മർക്കോസാ? മാളിക മുറി അറിയാമല്ലോ. 12-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു മറിയെക്കുറിച്ച് വായിക്കുന്നു. ആ മറിയുടെ മകൻ ബർന്നബാസിൻ്റെ സഹോദരിയുടെ മകനായ മർക്കോസ്. ഇതൊക്കെ നമുക്കറിയാം. ഞാനതൊന്ന് ഓടിച്ച് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങൾ വെളിച്ചത്തിൽ, നിരവധി ദൃഷ്ടാന്തങ്ങൾ വെളിച്ചത്തിൽ ഈ ലേഖനം എഴുതിയത് പ്രധാനമായിട്ടും യഹൂദ വിശ്വാസികളായിരിക്കാം. യഹൂദ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഹൂദ ക്രിസ്ത്യാനികൾ. യഹൂദന്മാരിൽ നിന്നാണല്ലോ ആദ്യമായിട്ടും കർത്താവിനെ അറിഞ്ഞ് പലരും കടന്നു വരികയായത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, അനുമാനിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ കൂട്ടം ഭക്തിവിരുദ്ധമായ പഠിപ്പിക്കലുകളാൽ സ്വാധീനിക്കപ്പെട്ടു. തൽഫലമായി ലേഖനം മുഴുവനും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമുക്കറിയാം പൗലോസ് എഴുതാമെന്ന വിഷയം എന്തുവാ? 3-ാം വാക്യത്തിൽ ഈ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് എഴുതാമെന്ന വിഷയം പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ്. ഓക്കെ, ഈ ലേഖനം പൗലോസ് എഴുതാൻ ആഗ്രഹിച്ചത്, താൻ ചിന്തിച്ചത്, യൂദ, നോട്ട് പൗലോസ്. ഓക്കെ, നമ്മൾ ഈ പൗലോസിനെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്, പൗലോസാ മനസ്സിൽ വരുന്നത്. ഓക്കെ, യൂദ. അപ്പോൾ ആ യൂദ എഴുതാൻ ആഗ്രഹിച്ച വിഷയം ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം താൻ നമുക്കറിയാമല്ലോ, താനും പ്രിപ്പയർ ആയി കാണും, പരിശുദ്ധാത്മാവും തന്നെ പ്രിപ്പയർ ചെയ്തുക. താൻ എഴുതുമ്പോൾ നമുക്കറിയാം അത് അല്ലാതെ ചുമ്മാതെ ദൈവം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ എഴുതിയല്ല. ഇൻസ്പിറേഷൻ എന്നുള്ള പദപ്രയോഗം നമ്മൾ പഠിക്കുമ്പോൾ, ദൈവശ്വാസി എന്ന് പഠിക്കുമ്പോൾ, ദൈവം ഒരു ഡിക്റ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷനായിട്ട് കൊടുത്തതല്ല ദൈവവചനം എഴുതിയവർക്ക് പരിശുദ്ധാത്മാവ് ഒരു സെക്രട്ടറിക്ക് ദൈവം ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ സെക്രട്ടറി എഴുതുന്നു എന്നതുപോലല്ല. അത് അവനെ അതിനായിട്ട് തന്നെ അത് ചിന്തിച്ചുകൊണ്ട് പൗലോസ് എഴുതുമ്പോൾ, പത്രോസ് എഴുതുമ്പോൾ, യൂദ എഴുതുമ്പോൾ, അന്നതുപോലെ തന്നെ യൂദ എഴുതിയപ്പോൾ തൻ്റെ മനസ്സിലൂടെ താൻ ആഗ്രഹിച്ച വിഷയം എന്തുവാ? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം വാക്യം വായിച്ചേ നല്ലോണം. സകല പ്രയത്നം കഴിക്കുകയും അവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം താൻ എഴുതാൻ ആഗ്രഹിച്ച വിഷയം കോമൺ സാൽവേഷൻ. നല്ല വിഷയമായിരുന്നു, എഴുതിയായിരുന്നെങ്കിൽ നല്ല വിഷയമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? ആ വിഷയം മാറ്റി അങ്ങ് വിട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയം മാറ്റി വിട്ടിട്ട് നമുക്കറിയാം വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വിഷയം, ഈ കൂട്ടം ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പ്. ഓക്കെ, യൂദ ഈ ലേഖനം എഴുതുമ്പോൾ ആർക്കെഴുതി? ആ ആളുകൾ ഭക്തിവിരുദ്ധമായ പഠിപ്പിക്കലുകളാൽ സ്വാധീനിക്കപ്പെട്ട ആൾക്കാരായിരുന്നേക്കാം.
നമുക്കറിയാം, താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം തിരി പ്രശ്നങ്ങളാണ്, തിരി കാര്യങ്ങളാണ് സംഭവിക്കണം. എന്താ കാര്യം? അടുത്ത പുസ്തകം ഏതാ? കർത്താവിന് വരവിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കേണ്ടതിനായി തെറ്റായ പഠിപ്പിക്കൽ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത, ആവശ്യകത അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യൂദയുടെ ലേഖനം നമ്മളുമായി ബന്ധപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. തെറ്റായ പഠിപ്പിക്കലുകൾ നിരവധിയായി, ഭക്തിവിരുദ്ധമായ പഠിപ്പിക്കലുകൾ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടതായ ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ തൽഫലമായി ഈ ലേഖനം മുഴുവൻ എന്താ പറയുന്നത്? എന്താ? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമുക്ക് അറിയാം, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഒരു പക്ഷേ ഇത് ഇമ്മീഡിയറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ യഹൂദന്മാരായിരിക്കും. എന്നാൽ ഇങ്ങനെയും കൂടെ നമുക്ക് ചിന്തിക്കാം, ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നിരവധി സ്ഥലം സഭകൾ, പ്രിയപ്പെട്ടവർ ആളുകൾ എന്തു ചെയ്തു? അവർ ഈ തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ, ഭക്തിവിരുദ്ധമായ പഠിപ്പിക്കലിലൂടെ കടന്നു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയാണ്, അവർക്കായിട്ടാണ് ഈ ലേഖനം എഴുതിയതെന്ന് കാണാൻ സാധിക്കുക. ഇനി നമുക്കിതിൻ്റെ ഡേറ്റിലേക്ക് വരാം. എന്നാണ് ഇത് എഴുതിയത്? അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ചിന്തിക്കാം. ഈ ലേഖനം എന്ന് എഴുതാനാണ് സാധ്യത? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പത്രോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് യൂദ വ്യക്തമായി പരാമർശിക്കുന്നത് പോലെ എഴുതപ്പെട്ട സമയം 2 പത്രോസിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണെന്ന് വ്യക്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പത്രോസിൻ്റെ ലേഖനവും ഈ യൂദയും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോഴും യൂദയുടെ ലേഖനം വായിക്കുമ്പോഴും ഒത്തിരി സാമ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 1-ഉം 2-ഉം പത്രോസിന് ശേഷമായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം 2 പത്രോസ് എന്തെന്നറിയാമോ? വ്യാജ ഉപദേശന്മാരെ കുറിച്ച് മുൻകൂട്ടി പറയുന്നു. എന്നാൽ ഇവിടെ യൂദ അവരുമായി ഇടപെടുന്നു. അപ്പോൾ 2 പത്രോസ് 2 പത്രോസ് എഴുതിയതിന് ശേഷമാണ് ഈ ലേഖനം എഴുതുവാനുള്ള സാധ്യത. കാരണം 2 പത്രോസിൻ്റെ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ വരാൻ പോകുന്ന ഈ ഉപദേശന്മാരെ കുറിച്ചുള്ള പരാമർശമാണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? അത് മുൻകൂട്ടി കാണുന്നു. ഇവിടെ അവരുമായിട്ട് സംവാദിക്കുന്നു, അവരുമായിട്ട് കാര്യങ്ങൾ പറയുന്നു, അവരുമായിട്ട് നേരിട്ട് ഇടപെടുന്നു. ഏതാണ്ട് AD 70-80 ഇതിനുള്ളിലായിരിക്കാം. നമുക്കൊരു കറക്റ്റ് ഒരു ടൈം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 80-ന് മുമ്പായിരിക്കാം. AD 70-ലെ പ്രത്യേകത എന്താ? യെരുശലേം ദേവാലയം തീത്തോസ് കൈസറിനാൽ തകർക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ അതിന് ശേഷം 80-ന് മുമ്പായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരൊറ്റ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പറയുന്നത് 75-നും 80-നും എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പൊതുവേ പറഞ്ഞാൽ AD 70-നും 80-നും ഒരു കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്തിലായിരിക്കാം. എന്നാൽ ചില ആളുകൾ സ്പെസിഫിക്കായിട്ട് 75-നും 80-നും ഇടയ്ക്കാണ് ഇത് എഴുതിയതെന്നും പറയപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എന്ന് ഡേറ്റ് എന്നാണ് എഴുതിയതിനെക്കുറിച്ച് 2 പത്രോസ് എഴുതിയതിന് ശേഷമാണ് ഏകദേശം എന്ന് AD 70-നും 80-നും ഇടയ്ക്കായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ എഴുത്തുകാരനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതാരാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ചിന്തിക്കുവാനിടയായി. യാക്കോബിൻ്റെ സഹോദരനും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനുമായ യൂദയാണ് എഴുതിയതെന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ കഴിഞ്ഞത്. ഓക്കെ, നമ്മൾ തുടർന്ന് ഇതിൻ്റെ തീയതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഡേറ്റിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇതെന്നാണ് എഴുതിയതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ
ചെറിയ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട വാക്യം, അത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട വാക്യം മൂന്നാം വാക്യമാണ് ഈ ലേഖനത്തിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ പ്രധാന വാക്യം. നമ്മൾ നേരത്തെ വായിക്കുകയുണ്ടായി, ഒന്നും കൂടെ വായിക്കണം. രണ്ടാമതായി ഇതിന് പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. വാക്കെന്നാണ് എഴുതിയിരിക്കുന്നത്, വാക്കുകൾ എഴുതുക. ആ വാക്കുകൾ 5 പ്രാവശ്യം ഭക്തിയില്ലാത്ത, ഭക്തികെട്ട എന്ന പദപ്രയോഗം 5 പ്രാവശ്യം നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. നോട്ടുണ്ട്, എന്നാലും എഴുതിക്കും. ഇനി സൂക്ഷിക്കുക എന്നുള്ള പദപ്രയോഗം 5 പ്രാവശ്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 7 പ്രാവശ്യം കർത്താവ് എന്നുള്ള, ലോർഡ് എന്നുള്ള വാക്ക്, കൂറിയോസ്, ഗ്രീക്ക് വാക്ക് കൂറിയോസ്, കർത്താവ് എന്നുള്ള പദം 7 പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. വിശ്വാസം എന്നുള്ള പദം 3-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും 2 പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ എന്നുള്ള ആ ഒരു പദപ്രയോഗം നമുക്ക് പ്രിയരെന്നും പ്രിയപ്പെട്ടവരെന്നും കാണുന്നുണ്ട്. അത് ഏതാണ്ട് 4 പ്രാവശ്യത്തോളം കാണുവാനായിട്ട് കഴിയുന്നു. ഈ ന്യായവിധി 5-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവർക്കുള്ള ന്യായവിധിയെക്കുറിച്ച്, അങ്ങനെ ന്യായവിധി 6-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും 3 പ്രാവശ്യം ന്യായവിധി എന്നുള്ള പദം നമുക്ക് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകതയാണ്, കാണുവാൻ കഴിയുന്നു. റിമെമ്പർ, ഓർക്കുക, അതൊരു പ്രധാനപ്പെട്ട പദമാണ്. 1 പ്രാവശ്യം ഉള്ളെങ്കിലും അതൊരു പ്രധാന പദമാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യു ഹാവ് ടു റിമെമ്പർ, ഓർക്കുക എന്നുള്ള പദം അതൊരു പ്രധാന പദമായി, വാക്കായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൂതൻ, പ്രധാന ദൂതൻ എന്നൊരു ഭാഗത്തുണ്ട്. അത് 8-9 വാക്യത്തിലാണ്. 9-ാം, അതുപോലെ ദൂതൻ എന്ന് കാണുന്നുണ്ട്, ദൂതന്മാർ 6-ാം വാക്യത്തിൽ, അങ്ങനെ 3 പ്രാവശ്യം. പരിശുദ്ധാത്മാവ് എന്നുള്ള പദപ്രയോഗം 2 പ്രാവശ്യം. ഇതാണ് ഇതിൻ്റെ പ്രധാന വാക്യവും അതുപോലെ വാക്കുകളും. ഇനി നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട തീം, പ്രമേയം, ഈ പുസ്തകത്തെ ഒറ്റ വാക്കിൽ പറയണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീം, പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. ഒരു 4 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, മെസ്സേജസ് ഇതിനകത്ത് കാണുവാൻ കഴിയും. 4 അതിൽ കൂടുതലുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് നമുക്കൊരു 4 സന്ദേശങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായി, വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ ഓരോരുത്തരും ഇത് അങ്ങനെ ശ്രദ്ധയുള്ളവരായിരിക്കണം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടത്തുന്ന, വ്യാജമായി പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, അധ്യാപകർ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധയാലുകളായിരിക്കണം എന്ന് ഒന്നാമതായി സന്ദേശം, ഈ പുസ്തകത്തിൻ്റെ ഒരു സന്ദേശമായി കാണുവാൻ കഴിയും. 2, വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തോട് എന്ത് ചെയ്യണം? വിശ്വസ്തത പുലർത്തണം. വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ഫോർ അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന് വിശ്വസ്തത ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സത്യസന്ധമായി ഈ കാര്യങ്ങൾ പറയുവാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി 3-ാമത്തെ സന്ദേശം, വിശ്വാസം ഇത് ഒരിക്കലായി വിശുദ്ധന്മാർ കൈമാറുകയാണ്. 3-ാം വാക്യത്തിലുണ്ട്, ഒരിക്കലായി വിശ്വാസം നമുക്ക് കൈമാറി. അപ്പോൾ അതേത് വിശ്വാസമാണ്? അത് നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണെന്നാൽ അതിനുശേഷം വിശ്വാസത്തിൽ വർത്തിക്കേണ്ടത്, വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതൊക്കെ അനിവാര്യമാണ്. അതെല്ലാം
നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം വിശ്വാസം ഒരിക്കൽ വിശുദ്ധന്മാർക്ക് കൈമാറി എന്ന വിഷയമാണ്. ഇനി ഡേഞ്ചർ, മലയാളത്തിൽ ആപത്ത് എന്നുള്ള പദപ്രയോഗം, ഒരു ഡേഞ്ചർ, ഒരു സന്ദേശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ നിന്നുള്ള വ്യതിചലനം അത് വിശ്വാസത്യാഗമാണ്. വിശ്വാസത്യാഗമാണ്. ഈ വിശ്വാസത്യാഗികൾ എന്നുള്ള വിഷയത്തെയാണ് ഇവിടെ പറയുന്നത്. ഈ വിശ്വാസത്യാഗികളായി ഇവിടെ പറയുന്നവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ അവർ ആടിൻ്റെ വേഷം ധരിച്ച്, ചെന്നായുടെ വേഷം ധരിച്ച് കുഞ്ഞാടുകളെ പോലെ എന്ത് ചെയ്യുക, വരിക. കണ്ടാ കുഞ്ഞാട് പോലെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. കുഞ്ഞാടിൻ്റെ അതെ കറക്റ്റ്. കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് ചെന്നായിക്കളാണ്, അതാണ് കറക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞതാണ് കറക്റ്റില്ല. ഓക്കെ, അല്ല, ചെന്നായ എന്ന നിലയിൽ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച്. ഇപ്പോൾ രണ്ട് പറഞ്ഞത് അപ്പം അതെ, അപ്പോൾ രണ്ട് പറഞ്ഞത് ശരിയാണ്. ചെന്നായും അവിടെ ഉണ്ട്, കുഞ്ഞാടും ഉണ്ട്. വേഷം കുഞ്ഞാടിൻ്റെ, ആരാണ് വരുന്നത്? ചെന്നായ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഈ വിശ്വാസത്യാഗികളായി ഇവിടെ പറയപ്പെട്ടവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. അവർ ആരാധനയ്ക്ക് വരും, അവർ മീറ്റിങ്ങിന് വരും, പ്രാർത്ഥനയ്ക്ക് വരും, സ്നാനപ്പെടും, എല്ലാ കാര്യം കൈവക്കും, കാശ് കൊടുക്കും, ആത്മീയരെന്നുള്ള കാര്യങ്ങൾ പോകും. എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ പൊതുവെ പറയാറുണ്ട്, മാനസാന്തരം വേറെ, രക്ഷ വേറെ. ഇന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ഒത്തിരി പേരുണ്ട്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുണ്ട്. രണ്ടും രണ്ടാം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരുമുണ്ട്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് മൈൻഡ്. മനസ്സിനൊരു വ്യത്യാസം. പാട്ട് കൊള്ളാം, പാസ്റ്റർ കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, മീറ്റിംഗ് നല്ലതാണ്, കയ്യടി ഉണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഉപദേശം നല്ലതാണ് എന്ന് പറഞ്ഞൊരു മനസ്സിനൊരു മാറ്റം. ഒരു മനസ്സിനൊരു മാറ്റം. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ്, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് അതുണ്ടാവും. മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്ന പോലെ അങ്ങനെ സംഭവിക്കാം. എന്നാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ്, കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടും. അതിൻ്റെ കറക്റ്റ് പദം മലയാളത്തിന് അല്പം തിരിച്ചായിട്ടിരിക്കുന്നത്. ആദ്യമേ ഏറ്റു പറയുക, രണ്ടാമത് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ മൂലഭാഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം വരുന്നത് വിശ്വാസമാണ്. ഹൃദയം നിറഞ്ഞത് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് രക്ഷിക്കപ്പെടുക, ഹൃദയത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അടുത്ത വരുന്ന കാര്യം എന്താ? അടുത്ത എന്തുവാ? വായ കൊണ്ട്. ഇന്ന് പലരും വായ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് വിശ്വാസമില്ല. ഓക്കെ, അതെ. അപ്പോൾ നമ്മൾ ആ വിഷയം എടുത്തായിരുന്നോ ക്ലാസ് ഓൾറെഡി? സുവിശേഷീകരണം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ എന്താണ് സുവിശേഷം, എന്താണ് രക്ഷ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വ്യക്തമായിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു വരാം. 4 സന്ദേശങ്ങളാണ് നമുക്കിതിനകത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്യാഗികളായിട്ട് പറഞ്ഞിരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ല, ആത്മാവില്ലാത്തവരെന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. ആത്മാവില്ല എന്നുവെച്ചാൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ള ആശയത്തിലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട വാക്കുകൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നെങ്കിലും ഞാൻ പറയാം. ആമേൻ എന്നുള്ള പദപ്രയോഗം എന്താ? ആമേൻ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ പൂർണ്ണമായും സമ്മതിക്കുന്നു, അതാണ് ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ദൂതൻ, ഏഞ്ചൽ, സ്വർഗത്തിലെ ഒരു ദൈവദാസൻ, ദൈവദൂതൻ എന്ന് പറയാം. അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ ആത്മീയ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളുടെ ചില മീനിങ്സ്, അർത്ഥങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ അധികമായി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ പ്രബോധിപ്പിക്കുക. 1 മുതൽ 4 വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. 5 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ കള്ള, വ്യാജ എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കള്ള ഉപദേശന്മാരെന്നോ വ്യാജ ഉപദേശന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കാം. ഓക്കെ, വ്യാജ ഉപദേശന്മാരാൽ ബാധിതരാകുന്നതിൻ്റെ അപകടം, അവരാൽ സ്വാധീനപ്പെടുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചും അവർക്കും അവരുടെ അനുയായികൾക്കും അവരുടെ പുറകിൽ വരുന്നവർക്കും നൽകപ്പെടുന്ന, അവർ കൊടുക്കുന്ന ഭയാനകരമായ ശിക്ഷാവിധിയെക്കുറിച്ചുമാണ് 5, 6, 7 വാക്യങ്ങളിലൂടെ 3 പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലൂടെ, പഴയ നിയമത്തിലെ 3 പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ലേഖനകർത്താവായ യൂദ ഈ കാര്യം രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ 5 മുതൽ 7 വരെ നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ വശീകരിക്കുന്നവരുടെയും അവരുടെ പരിതാപകരമായ അവസാനത്തെയും ഭയാനകരമായ ഒരു വിവരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായ ഉപദേശത്താൽ, വിശ്വാസത്യാഗത്താൽ, തെറ്റായ പഠിപ്പിക്കലാൽ വശീകരിക്കപ്പെടുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരുടെ പരിതാപകരമായ അവസാനം, അവരുടെ ഭയാനകരമായ വിവരണമാണ് നമുക്ക് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 17 മുതൽ 23 വാക്യങ്ങളിൽ അവർക്ക് തങ്ങൾക്കിടയിൽ ഉയരുന്ന ഇത്തരം വഞ്ചകന്മാരെ കണ്ട് ആശ്ചര്യപ്പെടരുത് എന്ന് വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങളിതൊക്കെ കണ്ട് ആശ്ചര്യപ്പെടും, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് എന്നുള്ള ഒരു 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 റൂമ്പ്, ഓക്കെ, ഒരു മുന്നറിയിപ്പായിട്ട് നമുക്കത് കാണുവാൻ കഴിയുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ വളരെ മനോഹരമായ ഉപസംഹാരമാണ്. പ്രോത്സാഹനജനമായ ഡോക്സോളജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്സോളജി അല്ലെങ്കിൽ സ്തുതിവാക്കുകളിലൂടെ ലേഖനം അവസാനിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഈ 5 നിലയിൽ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. യൂദായുടെ ലേഖനം എത്ര വാക്യങ്ങളുണ്ട്? വെറും 25 വാക്യങ്ങൾ മാത്രം. എന്നാൽ നിരവധി ആശയങ്ങളും ഈ നിഗൂഢമായതും എന്നുള്ളൊരു പദപ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങൾ നിഗൂഢം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തേണ്ടതായിട്ട് വരും. കർത്താവിനോട് ചോദിക്കാം, ഇതിലേതെങ്കിലും ആയിരിക്കാമെന്ന് പറഞ്ഞു വിടേണ്ടതായിട്ട് വരും. കാരണം ചില ഭാഗങ്ങൾ, കാരണം അത് വ്യക്തമായിട്ടില്ല. വ്യക്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിഗൂഢമെന്ന് ഞാനങ്ങ് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ചില കാര്യങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. എന്നാലും തിരുവചനം ഓർമ്മിപ്പിക്കുന്ന പോലെ നമുക്കത് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ, 25 വാക്യമേ ഉള്ളൂ. പക്ഷെ പഠിക്കാൻ ഒത്തിരി സമയം എടുക്കും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. ഞാൻ ഈ പുസ്തകവും ഞാനിപ്പോൾ ഉള്ള ബാംഗ്ലൂരിൽ ബദനി അസംബ്ലിയിൽ ഞാൻ ഏകദേശം ഒരു 4 മാസത്തോളം എങ്കിലും കുറഞ്ഞത് ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടും മൊത്തം ഒന്നും തീർന്നതും ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇത് അത്രമാത്രം ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കാണുവാൻ കഴിയും. നമ്മൾ പിന്നീട് 25 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഇതിൽ വളരെ വേഗത്തിൽ വായിക്കുവാൻ കഴിയും. എന്നാൽ ഇത് ഏറ്റവും കുറഞ്ഞ തവണ പഠിച്ച പുസ്തകങ്ങളൊന്നാണ്. പൊതുവെ നോക്കുമ്പം പലരും ഇത് അത്ര അങ്ങോട്ട് വായിക്കാൻ ഒന്നും അത്ര അങ്ങോട്ട്, ഇതിനകത്ത് ചില പദപ്രയോഗങ്ങളൊക്കെ ഈ അവസാന പുസ്തകമൊന്നും പലരും വായിക്കാറില്ല. വെളിപ്പാട് പുസ്തകം, ഞാനൊരു സഹോദരനോട് ചോദിച്ചു, വെളിപ്പാട് പുസ്തകം വായിക്കാറുണ്ടോ? ബ്രദറെ, അതെന്നാ വായിക്കാനാണെന്ന് പറയുന്നത്.
അത് വായിച്ച് തുടങ്ങിക്കഴിയുമ്പം ആദ്യത്തെ 3 അധ്യായം കഴിയുമ്പോൾ പിന്നെ സ്വർഗമായി, പിന്നെന്തൊക്കെയോ സംഭവമായി. അതുകൊണ്ട് വായിക്കാറില്ല എന്ന് ഒരു സഹോദരനോട് പറഞ്ഞു. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. എന്നാലും ദൈവത്തിൻ്റെ വചനമാണല്ല, ദൈവവിശ്വാസീയമാണ്. അതുകൊണ്ട് ഇതെല്ലാം വായിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണെന്നാൽ കുറച്ച് വാക്യങ്ങളെ ഉള്ളൂവെങ്കിലും പെട്ടെന്ന് വായിക്കാമെങ്കിലും പലരും വായിക്കാറില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അത്ഭുതവും ആശയക്കുഴപ്പവും ക്ഷണിച്ചു വരുത്തുന്നത് പ്രധാനമായും ബൈബിളിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. 6-ാം വാക്യം, 9-ാം വാക്യം, 15-ാം വാക്യമൊക്കെ വായിക്കുമ്പം ഇത് ചിലർക്കൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും പരിശുദ്ധാത്മാവിനാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നമുക്ക് ഒരുപക്ഷെ നാളെ കടന്നു വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് അധികമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കാരണത്താൽ പല ക്രിസ്ത്യാനികളുടെ തലമുറകൾ ഈ ലേഖനത്തെ എന്ത് ചെയ്തു? അവഗണിച്ചിരുന്നു. പ്രധാനമായിട്ടും അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതാണ് ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അത് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു രൂപരേഖ നോക്കുവാണെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഇതിനെ 5ആയിട്ട്, നേരത്തെ 5 പ്രധാനപ്പെട്ട 5 ഉള്ളടക്കം കണ്ടതുപോലെ തന്നെ ഇതിനെ 5ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും ഔട്ട്ലൈൻസ്. നമ്പർ 1 and 2 വേഴ്സസ് 1 and 2 1 2 വാക്യങ്ങളിൽ ഒരു അഭിവാദ്യമാണ്, അല്ലെങ്കിൽ ഒരു അഭിനന്ദനമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിങ്സാണ്. അഭിവാദ്യമായിട്ട് വിശ്വാസികൾക്കുള്ള ഉറപ്പെന്ന നിലയിൽ ഒരു അഭിവാദ്യത്തോടു കൂടെയാണ് 1 2 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2, 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു ഉത്ബോധനമാണ്. വിശ്വാസത്തിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു എക്സോട്ടേഷൻ, ഒരു ഉദ്ബോധിപ്പിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ആ ഒരു കാര്യം 3, 4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇനി അതിന് 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ പറഞ്ഞിരിക്കുന്ന ചിത്രീകരണം എന്നാണ്. ചിത്രീകരണം എന്ന് വെച്ചാൽ ഒരു നാടകം, ഒരു സ്കിറ്റൊക്കെ കാണുന്ന പോലെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റേതായ നിലയിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ നോക്കിയാൽ ചില സംഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ മനോഹരമായ കാര്യങ്ങളാണ്. അതിനെ ചിത്രീകരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നുള്ള പുറപ്പെടൽ എന്നുവെച്ചാൽ അതിൽ നിന്നുള്ള പോക്ക്, ഈ വ്യാജ അധ്യാപകർ ഗുരുക്കന്മാരുടെ ആത്യന്തികമായിരിക്കുന്ന നാശം, പഞ്ചഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ നിന്ന് ദൈവീയ ന്യായവിധിയുടെ 6 ഉദാഹരണങ്ങൾ, ഇതൊക്കെ ഈ ലേഖനത്തിൻ്റെ പ്രത്യേകതയാണ്. 5 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ കാര്യങ്ങളുടെ ആവിഷ്കാരം, ഈ കാര്യങ്ങളുടെ ചിത്രീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഡോക്ട്രിൻ, ഉപദേശം, 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഉപദേശം എന്താ? വിശ്വാസത്തിലെ പുരോഗതി, ദ പ്രോഗ്രസ് ഇൻ ദി ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട പുരോഗതിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവസാന 2 വാക്യങ്ങൾ വന്ദനവാക്യങ്ങൾ, ഉപസംഹാരം, കൺക്ലൂഷൻ, ഉപസംഹാരം ആയിട്ട് കാണുവാൻ കഴിയുകയാണ്. പ്രത്യേകിച്ച് ഈ അവസാന വാക്യങ്ങൾ 2 വന്ദനവാക്യങ്ങളാണ്, ഉപസംഹാരമാണ് എന്ന് കാണുവാൻ കഴിയും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ ചില സവിശേഷതകളാണ്. 25 വാക്യങ്ങളിൽ യൂദ ഏതാണ്ട് 11 ട്രിപ്പിൾസ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചു. ട്രിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെച്ച് ഈ 25 വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ 3 പദപ്രയോഗങ്ങൾ വീതം, 3 കാര്യങ്ങൾ വീതം 11 പ്രാവശ്യം ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഇതിനെ രചയിതാവ് എന്തൊക്കെയാണെന്നറിയാമോ? 1 യൂദ എന്ന പേര് അവിടെ ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദാസൻ, യാക്കോബിൻ്റെ. അപ്പോൾ 3 ട്രിപ്പിൾസ്. 2 അഭിസംബോധന ചെയ്യുമ്പോൾ
ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, അതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ അവിടെയും ട്രിപ്പിൾസാ: സ്നേഹിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ. 3 വീണ്ടും ട്രിപ്പിൾസാണ്. വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ, അഭിവാദനം ചെയ്യുമ്പോൾ, ഗ്രീറ്റിങ്സ് ചെയ്യുമ്പോൾ, കരുണ, സമാധാനം, സ്നേഹം. വീണ്ടും ട്രിപ്പിൾസ്. വീണ്ടും നമ്മൾ 5 മുതൽ 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ന്യായവിധിയുടെ, വിധിന്യായങ്ങളുടെ ഉദാഹരണങ്ങളെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത് അവിടെ. 1, ഇസ്രായേലിൻ്റെ അവിശ്വാസം, 5-ാം വാക്യം. 2, പാപം ചെയ്ത ദൂതന്മാരെ പറ്റി പറയുന്നു, 6-ാം വാക്യം. 3, സോദോമും ഗൊമോറയിലെയും സംഭവം. അവിടെയും ട്രിപ്പിൾസാണ്. അവിടെയും നമുക്ക് അപ്പോൾ ഈ ട്രിപ്പിൾസ് ഇങ്ങനെ വരികയാണ്. ഇനി 8 മുതൽ 10 വാക്യങ്ങളിൽ സ്വപ്നം കാണുന്നവരെ പറ്റി പറയുന്നുണ്ട്, ഡ്രീംസ്. അവരെപ്പറ്റി പറയുമ്പോൾ 1, ജഡത്തെ മലിനമാക്കുന്നവർ, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നവർ, മഹിമകളെ ദുഷിക്കുന്നവർ. അവിടെയും ട്രിപ്പിൾസ് 3 പ്രാവശ്യം, 3 കാര്യങ്ങൾ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെയും ട്രിപ്പിൾസ് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തതാണ് നമ്മൾ വരുമ്പോൾ ഈ ദുരുപദേശന്മാരെക്കുറിച്ച്, വ്യാജ ഉപദേശന്മാരെ പറ്റി പറയുന്നത് 11-ാം വാക്യത്തിലാണ്. അവിടെ 3 പേരുടെ പേര്: കയീൻ, അല്ലേ, കയീൻ്റെ വഴി, ബിലെയാമിൻ്റെ വഞ്ചന, കോരഹിൻ്റെ മത്സരം. അവിടെയും ട്രിപ്പിൾസാണ്. ഇനി നമ്മൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദുരുപദേശന്മാരെ പറ്റി അവിടെ പറയും, തെറ്റായ അധ്യാപകരെ പറ്റി പറയുമ്പോൾ 1, പിറുപിറുപ്പ്, 2, ആവലാതി പറയുന്നവർ, 3, സ്വന്തം മോഹത്തെ അനുസരിച്ച്. അവിടെയും ട്രിപ്പിൾസാണ്. ആ സീക്വൻസ് ട്രിപ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് 19-ാം വാക്യത്തിൽ ഇവരാരാണെന്നുള്ളതിന് ഉത്തരമായിട്ട് പറയുന്നു: 1, ഇവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണ്. 2, പ്രാകൃതന്മാർ. 3-ാമതായിട്ട് അപ്പോൾ അവിടെയും എന്താ? ട്രിപ്പിൾസാണ്. 3 കാര്യങ്ങൾ അവിടെയും കാണുവാൻ. 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു ഡു. വിശ്വാസികളായ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അതിവിശുദ്ധ വിശ്വാസത്തെ നമ്മുടെ ആധാരം, പ്രമാണം എന്തുമായിരിക്കണം? അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം. 2-ാമതായിട്ട് നമുക്ക് ആത്മീയ വർധന ഉണ്ടാകണം. ഇംഗ്ലീഷിലാണ് ഞാൻ ഇത് അതേപോലെ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ വായിച്ചു വരുന്ന കറക്റ്റാണ്. അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ ആധാരമാകണം. 2-ാമതായി ആത്മീയ വർധനവ്, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്. 3-ാമതായി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിലല്ലാതെയും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പ്രാർത്ഥിക്കാം, അല്ലാതെയും പ്രാർത്ഥിക്കാം. അതാണ് എൻ്റെ ആശയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്രേ കൺട്രോളിങ് ത്രൂ ദ കൺട്രോളിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിത്തൗട്ട് കൺട്രോളിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, നിറവെന്ന് പറഞ്ഞിരിക്കുന്നത് കൺട്രോളിംഗ് ആണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രാർത്ഥന. അപ്പോൾ അവിടെ എങ്ങനെ നമ്മളായിരിക്കണമെന്നുള്ളത് 3 കാര്യങ്ങൾ: അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം, ആത്മീയ വർധനവ് നമുക്കുണ്ടാകണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 22-23 വാക്യങ്ങളിൽ ആരോടാണെന്നറിയാമോ? ഇതൊക്കെ കേട്ടിട്ട്, ഈ വിഷയത്തെക്കുറിച്ചെല്ലാം കേട്ടിട്ട് ചിലവരൊക്കെ എന്ത് ചെയ്യും? തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ വിശ്വാസത്യാഗികളായ ആളുകൾ ആരല്ല? രക്ഷിക്കപ്പെട്ടവരല്ല. ഇവർ സഭകളിലൊക്കെ വരും, ഇവർ പല ടീച്ചിങ് നടത്തും. തെറ്റായിരിക്കുന്ന പഠിപ്പിക്കൽ ഉണ്ടാകുമ്പോൾ സാധ്യതയുണ്ട്. എന്താ? സാധാരണ അറിയാത്ത വിശ്വാസികൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? ചിലരോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം, തീയിൽ നിന്ന് വലിച്ചെടുക്കണം. പിന്നെ ഭയത്തോടെ എന്ത് ചെയ്യണം? അവരെ കരുണ കാണിക്കണം. 3 കാര്യങ്ങൾ. 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലും 3 കാര്യങ്ങൾ. സർവകാലത്തിന് മുമ്പേ, ഇപ്പോൾ, സദാകാലവും. അങ്ങനെ
ഏതാണ്ട് 11ഓളം ട്രിപ്പിൾസ്, 3 വിഷയങ്ങൾ അടങ്ങിയ 11ഓളം ട്രിപ്പിൾസ്, 3 കാര്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ അല്പം കൂടെ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നോക്കിയാൽ അതേ കാര്യം തന്നെയാണ്. ഞാനത് നോട്ട്സിൽ തരുന്നതായിരിക്കും. ഏതാണ്ട് 12 കാര്യങ്ങൾ പൊതുവായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പെട്ടെന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ 5 മണിയാവുന്നല്ലേ, ചില പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്ന് ഇതിനകത്തോട് കയറാൻ പറ്റത്തില്ല, നാളെ നമുക്ക് പുസ്തകത്തിനകത്തോട് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു വരാം. ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകത, സവിശേഷത. ഒന്ന്, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണെങ്കിലും ബൈബിളിൽ മറ്റെവിടെയും കാണാത്ത വിവരണങ്ങൾ യൂദയുടെ ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ പ്രഥമ സ്ഥാനം കാത്തു സൂക്ഷിക്കാത്ത ദൂതന്മാരെക്കുറിച്ച്, അത് അപ്പോഗ്രിഫ ബുക്കിൽ ഉള്ള ഒരു ആശയമാണ്. ഓക്കെ. അതുപോലെ മോശയുടെ ശരീരത്തെക്കുറിച്ചുള്ള മീഹായിലിൻ്റെ ലൂസിഫറിൻ്റെയും ആ വിഷയത്തെക്കുറിച്ച് 9-ാം വാക്യത്തിൽ. 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹാനോക്ക് പ്രവാചകനായിരുന്നോ? അവിടില്ല, ഇവിടെ പറയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, മറ്റെവിടെയും കാണാത്ത 3 കാര്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ കത്തിൻ്റെ ഘടന കാവ്യാത്മകമാണ്. ഒരു മനോഹരമായ കാവ്യം എങ്ങനെ രചിച്ചിരിക്കുന്നുവോ അതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ യൂദയിലൂടെ ഈ വിഷയം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ എത്രമാത്രം വർണ്ണനകൾ, എത്രമാത്രം മനോഹരമായ വർണ്ണനകൾ നമുക്കത് ആ നിലയിൽ ഇതിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഭാഗങ്ങളിൽ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ കാണാത്ത 13 കാര്യങ്ങൾ ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു. അങ്ങനെ പല വിഷയങ്ങളും ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, കാരണം 5 മണിയായി, ഇനി നമുക്ക് നീട്ടിക്കൊണ്ട് പോകുവാൻ സമയം നമുക്കില്ല. അതുകൊണ്ട് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ഒരു ഏഴ് കാര്യങ്ങൾ, ഓക്കെ, ഇതിനകത്തില്ല. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതൊക്കെയാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള ഒരു 7 വിവരണങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ ഒരു പക്ഷേ അത് നന്നായിരിക്കും. അത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം നമ്മൾ യൂദയുടെ ലേഖനം നാളെ അതിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 4-ാം വാക്യത്തിൽ അഭക്തരായ ചില മനുഷ്യരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അഭക്തരായ ചില മനുഷ്യർ, അതിനെപ്പറ്റി പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ എന്നൊരു ഡിസ്ക്രിപ്ഷൻ വിശ്വാസത്യാഗികളെക്കുറിച്ച് കാണുവാൻ. അപ്പോൾ ഒന്നാമതായി അഭക്തർ ആയ ചില മനുഷ്യരെന്ന് ത്യാഗികളെക്കുറിച്ച് 4-ാം വാക്യത്തിൽ കാണുന്നു. 4-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ എന്ന് കാണുന്നു. മൂന്നാമതായി അതിൻ്റെ 8-ാം വാക്യത്തിൽ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ
ദുഷിക്കുകയും ചെയ്യുന്നവർ എന്നൊരു ഡിസ്ക്രിപ്ഷൻ വിശ്വാസത്യാഗികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 8-ാം വാക്യം അതിനകത്തല്ല ഉണ്ട്. 8-ാം വാക്യം എന്നിട്ടാലും മതി, കുഴപ്പമില്ല, പിന്നെ എഴുതിയെടുത്താൽ മതി. ഞാൻ അവരെ പറ്റിയുള്ള 7 കാര്യങ്ങൾ, ആ ഡിസ്ക്രിപ്ഷൻ, 7 പ്രധാനപ്പെട്ട വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. 4-ാമതായി 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇഗ്നോറൻറ്റ് കലൂമിനേറ്റേഴ്സ്, 10-ാം വാക്യം ആ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: അവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കാവയൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അവരെ പറ്റി കൊടുത്തിരിക്കുന്നു. 5-ാമതായി അതിന് 12-13 വാക്യങ്ങൾ വായിക്കണ്ട, അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ പറ്റി മറ്റൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ 12-13 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. 16-ാം വാക്യത്തിൽ 6-ാമത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 7-ാമത്തെ ഡിസ്ക്രിപ്ഷനായിട്ട് 19-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഈ 7 വാക്യങ്ങൾ, ഒന്ന് 4-ാം വാക്യം, 4-ാം വാക്യത്തിൽ 2 പ്രാവശ്യം 2 കാര്യങ്ങൾ, 8-ാം വാക്യം, 10-ാം വാക്യം, 12-13 വാക്യം, 16-ാം വാക്യം, 19-ാം വാക്യം, ഇത്രയും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ട് നാളെ വരുമ്പോൾ എന്താണ് വിശ്വാസത്യാഗികളെക്കുറിച്ച്, ഞാൻ അതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം പ്രശ്നം ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ ഒരു ചെറിയ അസൈൻമെൻ്റായിട്ട് നിങ്ങൾ നാളെ വരുമ്പോൾ കൊണ്ടുവരണം. ഏതൊക്കെ വാക്യങ്ങളാണ്? 4-ാം വാക്യം, 2 കാര്യങ്ങൾ 4-ാം വാക്യത്തിലുണ്ട്. 8-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 12-13 വാക്യത്തിൽ കാര്യം പറയുന്നുണ്ട്. 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻസ് ആണ് 19-ാം വാക്യം. അപ്പോൾ ഇതൊരു ചെറിയ അസൈൻമെൻ്റായിട്ട് ഈ വിശ്വാസത്യാഗികളുടെ ഡിസ്ക്രിപ്ഷൻ, അവരെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ്റെ കറക്റ്റ് മലയാളം ആക്ക്, വിവരണം, ഓക്കെ ഡിസ്ക്രിപ്ഷൻ, അതിനെ പറ്റിയുള്ള ഒരു വിവരണം, അത് തന്നെ വിവരണം, അതിനെപ്പറ്റിയുള്ള ചില ആശയങ്ങൾ, ഈ വിശ്വാസത്യാഗികളെക്കുറിച്ച് 7 എടുത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ, അവരെ പറ്റി പറഞ്ഞിരിക്കുന്ന വിവരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ 7 കാര്യങ്ങൾ നാളെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് വായിച്ച് അത് എഴുതിക്കൊണ്ട് വരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളിതോടുകൂടി നിർത്തുകയാണ്. നിരവധി കാര്യങ്ങൾ ഉണ്ട് എങ്കിലും നമുക്ക്